എല്ലാവരുടെ വീട്ടിലും ബീട്രൂട്ട് ഇരിപ്പില്ലേ? ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിന് നിറവും വെക്കും. നമ്മുടെ മുഖത്തിൽ കൂടെ ഇങ്ങനെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരത്തില്ലേ, അത് പോകാൻ നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ സ്കിന്നിന് നല്ലൊരു നിറം കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. ചുണ്ടിലൊക്കെ വരുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടൊക്കെ എല്ലാവരുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പീസ് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിരുന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ. അപ്പം ഫ്രിഡ്ജിലേക്ക് നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നവർ വെച്ചോ. ഞാൻ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചാൽ ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിച്ചില്ല. അപ്പം നിങ്ങൾക്ക് വേറൊരു പൊടി ചേർക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടല്ലോ, ഈ ബീട്രൂട്ടിന് ഞാനൊരു കുഞ്ഞ് കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളം കോരി ഒഴിക്കണ്ട, ഒരു നുള്ള ഇത്തിരി വെള്ളം അതങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ഈ ചാറുണ്ടല്ലോ, നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇതിൻ്റെ ചാറാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ചാറ് നമുക്ക് ചുണ്ടിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ആയിട്ട് ചുണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് അത് ഈ പാക്ക് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചുണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി 2 സ്പൂൺ 3 സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല മഞ്ഞളിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മഞ്ഞളിൻ്റെ പൗഡർ നമുക്ക് മില്ലിൽ നിന്നൊക്കെ പൊടിച്ചത് വാങ്ങാൻ കിട്ടും. നമ്മൾ മഞ്ഞൾ പൊടിക്കുന്ന മില്ലിൽ പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മഞ്ഞൾ വാങ്ങിച്ചിട്ട് വീട്ടിലെടുത്ത് വെക്കാം കേട്ടോ. കാരണം ഫേസിലിടാനായിട്ട് എപ്പോഴും അങ്ങനത്തെ മഞ്ഞൾപ്പൊടി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഈ പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കെമിക്കൽ പൊടിയൊക്കെ ചേർത്ത് വന്നെങ്കിൽ സ്കിന്നിന് അത് ദൂഷ്യം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. ഇനിയുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ചാറുണ്ടല്ലോ, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചാറ്, അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഈ അരിപ്പൊടി പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അരിപ്പൊടി ഇട്ട് ഇളക്കി വെച്ചത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഫേസിൽ നമ്മൾ ഇട്ടു, ബാക്കി എങ്ങനെ നോക്കിയാലും ബാലൻസ് വരും. അപ്പോൾ നിങ്ങൾ ഈ അരിപ്പൊടി ആണെങ്കിൽ ഉണ്ടല്ലോ, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടയായി പോകും കേട്ടോ. ഈ എന്താ ഒരു കട്ട പോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വീട്ടിലുണ്ടാവത്തില്ല, ആട്ട, എന്ത് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, ആ ഗോതമ്പ് പൊടി ഇട്ട് ഇളക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ അരിപ്പൊടി ആയതുകൊണ്ടുണ്ടല്ലോ ചെറിയ ചെറിയ തരിതരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫേസിൽ ചിലർക്കൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇങ്ങനെ ഈ സ്കിന്നിൽ കൂടെ ഇങ്ങനെ കുത്തായിട്ട് ഇരിക്കുന്ന കാണത്തില്ല. അപ്പം ഈ അരിപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ ആ ഒരു നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങളിത് കഴുകി കളഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടാൻ മാറാനായിട്ട് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോവും. ചുണ്ടത്ത് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുണ്ടിൽ വരുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അത് പോകാനൊക്കെ ആയിട്ടും ഈ ഒരു പാക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മൾ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും ട്രൈ ചെയ്യാം. കുട്ടികൾക്കും ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. കാരണം വേറെ കെമിക്കലോ വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുട്ടികൾക്കും ഒഴിവുസങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ മുഖത്തൊക്കെ വരുന്ന കരിവാളിപ്പ് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളല്ല, എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് നമ്മുടെ പേജിൽ വീഡിയോസ് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വന്ന് കാണുന്ന പിള്ളേരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ല ഇട്ടുകൊണ്ട് കാണാവേ.